ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ശ്രീ ജോസ് കുട്ടി തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞെന്താണ് എല്ലാ ആളുകളോടും ചർച്ച ചെയ്യും. അങ്ങനെ അവർ ചർച്ച ചെയ്തിട്ട് ഞങ്ങളും പറയുന്നത് അത് തന്നെയാണ്. എല്ലാ വിഭാഗങ്ങളും, അത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മാത്രമല്ല, സമൂഹത്തിലെ മുഴുവൻ വിഭാഗങ്ങളുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പിന്തുണ ഇതുവരെ കിട്ടുന്നില്ലല്ലോ ശ്രീ ശ്യാംരാജ്. നിങ്ങൾ അതിന് പല രീതിയിലും ഈ ഔട്ട്റീച്ച് നടത്തുന്നുണ്ട്. പക്ഷേ അതിലേക്ക് അങ്ങ് ചെന്നെത്തിപ്പെടുന്നില്ല ക്രൈസ്തവ വിഭാഗങ്ങളിലേക്ക്. അല്ല നോക്കൂ, നിങ്ങൾ ഇതിനകത്ത് യാഥാർത്ഥ്യം ഒന്ന് നോക്കൂ. ഇപ്പൊ പണ്ടത്തേതുപോലെ കേരളത്തിലെ, അതായത് പണ്ടെന്താണ് കേരളത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്രമാത്രം വരാതിരുന്ന കാലഘട്ടത്തിൽ ഈ ദേശാഭിമാനിയും വീക്ഷണവും ഒക്കെ വായിച്ചിട്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് മാത്രം എല്ലാ ജനവിഭാഗങ്ങളും വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് മഞ്ജുഷിന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു വിഭാഗം ജനത BJP-യോട് അങ്ങനെ അകൽച്ച കാണിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയില്ല. അത് മുൻപത്തെ വെച്ചിട്ട് കഴിഞ്ഞൊരു 4-5 വർഷം അല്ലെങ്കിൽ ഒരു വർഷം മുമ്പത്തെ വെച്ച് ഒരു സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ വിഭാഗങ്ങളും BJP-യുടെ അടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് ഇലക്ഷന്റെ സമയത്തും ഇലക്ഷന് ശേഷവും ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ട്രൈബൽ വകുപ്പിന്റെ ഒരു മന്ത്രി വരികയാണ്, ഞങ്ങൾ ആ വിഭാഗത്തിലെ ആളുകളെ പോയി കാണും. ഇപ്പൊ യുവജനകാര്യ വകുപ്പ് മന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ പോയി കാണും. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ആൾ വരുമ്പോൾ അവരെ പോയി കാണും. ഇതൊക്കെ ചെയ്യുന്നേ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടു. അതല്ലാതെയും സ്വാഭാവികമായിട്ട്